ഇത് സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് അയക്കാം. ക്ലയൻസിന് പ്രൊഫഷണലാണ് തോന്നിക്കും. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹലോ, വെൽക്കം ഗായ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ക്യാപ് കട്ടിൽ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ക്യാപ് കട്ടിൽ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു ആപ്പിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതാണ് ആപ്പ് എന്നും അതുപോലെ എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ വെച്ചാൽ ലിങ്ക്ഡിൻ എന്ന ആപ്പും ഫൈവർ എന്ന ആപ്പുമാണ്. അപ്വർക്ക് പറഞ്ഞൊരു വേറൊരു ആപ്പുണ്ട്. അത് നമ്മൾ കുറച്ച് പ്രൊഫഷണൽ വീഡിയോ എഡിറ്റ്, അതായത് ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ അങ്ങനെയൊക്കെ വലിയ വലിയ ആപ്പുകളിലും അല്ലെങ്കിൽ വലിയ സോഫ്റ്റ്വെയറിലൊക്കെ വെച്ചിട്ട് ചെയ്യണ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർമാർക്കുള്ളൊരു ആപ്പാണ് അപ്വർക്ക് എന്നുള്ള ഈ ഒരു ആപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയണില്ല. ലിങ്ക്ഡിനിലും ഫൈവറിലും എങ്ങനെയാണ് നല്ലൊരു ക്ലയൻസിനെ കണ്ടെത്തുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഫൈവറിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നല്ല ലോങ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക്ഡിനിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ലിങ്ക്ഡിനിൽ നിങ്ങൾ ചെയ്താൽ തന്നെ ക്ലയൻസിനെ കിട്ടും. ഓക്കെ, നല്ല രീതിയിൽ കുറേ പോസ്റ്റ് ഇട്ടാൽ നമുക്ക് നല്ലൊരു ക്ലയൻസിനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ലിങ്ക്ഡിൻ എന്ന ആപ്പ് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ, ഈ ഒരു ലിങ്ക്ഡിൻ എന്ന ആപ്പ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല നല്ല ഫസ്റ്റായിട്ട് ഈ ആപ്പ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിന് നല്ല പ്രൊഫൈലും അതുപോലെ ബയോ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ടൊരു പ്രൊഫൈലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊരു വീഡിയോ ഇടാമെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഇന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ നോട്ടിഫിക്കേഷനോ അങ്ങനെ ഒന്നും നോക്കലില്ല, ഇന്നപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ക്ലയൻസ് അങ്ങനെ വരുന്നുണ്ടോ അങ്ങനെയൊന്നും ഞാൻ നോക്കലില്ല. ആപ്പ് കുറേ ഇപ്പോൾ എടുത്ത് നോക്കിയിട്ട് അപ്പം ഞാൻ ഇന്നലെ എടുത്ത് നോക്കണേ. എനിക്ക് വേറെയും കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതായാലും വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എഡിറ്റിങ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ പറയാം. എന്താ വെച്ചാൽ ഇതിൽ കുറേ നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ജോബ്സ് എന്നുള്ള ഒരു അടിയിൽ ഇങ്ങനെ ജോബ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെർച്ച് ബാറിൽ നമുക്ക് വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് റീലൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയണുള്ളൂ എന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫ്രം വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽ എഡിറ്റർ, സോഷ്യൽ മീഡിയ എഡിറ്റർ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ക്ലയൻസിനെ കിട്ടും. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കൊച്ചിയിൽ അതുപോലെ കുറേ സ്ഥലത്ത് മലപ്പുറം തന്നെ എൻ്റെ ജില്ലയിൽ തന്നെ ഇപ്പോൾ കുറേ വീഡിയോ എഡിറ്റിങ് ആവശ്യമുള്ള കുറേ ആൾക്കാർ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തെടുത്താൽ നമുക്ക് ഈ ജോലിയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ ബയോ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണോ അവർ പറയണത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെന്തായാലും നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെ മെയിൻ കണ്ടൻറ്റ് ഇതല്ല, നമ്മൾ പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ വർക്ക് എടുക്കുക. ഇതിൽ അധികം കമ്പനീസും ചോദിക്കുന്നത് ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ അങ്ങനത്തെ വലിയ വലിയ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകളും അങ്ങനത്തെ പോലെയൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒക്കെ നിങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് കുറേ സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്ലയൻസിന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോട്ടിഫിക്കേഷൻ കുറേ വരലുണ്ട്, അതൊന്നും നമ്മളിങ്ങനെ നോക്കില്ല. അപ്പോൾ ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ
പോസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, സെൻട്രലായിട്ടുള്ള ഈ ഓപ്ഷന് ക്ലിക്ക്. അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ ആളുകൾ അവരുടെ വർക്ക് ചെയ്ത് പോസ്റ്റുകളും ഇങ്ങനെ ഇടണതാണ് കേട്ടോ, ഒരു ക്ലയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ പോസ്റ്ററുകളും. നിങ്ങൾക്ക് പോസ്റ്റർ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പോസ്റ്ററും ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതിലിങ്ങനെ കുറേ ഉണ്ട് ഓരോരുത്തരിങ്ങനെ. ഞാനിതങ്ങനെ തുറക്കാത്തതുകൊണ്ട് ഇതിൽ അങ്ങനെ നല്ലൊന്നും വരണില്ല, വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ ഒന്നും അധികം വരണില്ല. ഓക്കെ, നമുക്കിതിലങ്ങനെ പോസ്റ്റ് ഇടാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതിൽ സെൻറ്ററിൽ ഈ പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വാട്ട് ഡു യു വാണ്ട് ടു ടോക്ക് അബൌട്ട് എന്നുള്ളിടത്ത് നിങ്ങൾ നല്ലൊരു ബയോ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒന്നാമതായിട്ട് നല്ലത് എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടാവുമല്ലോ, അതായത് ക്യാപ് കട്ടിൽ ഞാൻ കാണിച്ചു തരാം. ക്യാപ് കട്ടിൽ ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യണതുണ്ടാവുമല്ലോ, ഇത് സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് അയക്കുക. അപ്പോൾ എനിക്ക് ക്ലയൻസിന് നിങ്ങളെ കുറച്ചും കൂടിയും ഒരു പ്രൊഫഷണലാണ് തോന്നിക്കും. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവും. മറ്റേത് നമ്മളിങ്ങനെ വീഡിയോ മാത്രമായിട്ട് ഇടുമ്പോൾ നമ്മൾ ചെയ്തതാണോ എന്നുള്ളവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾക്ക് ജെമിനിനോട് ചോദിക്കാം ഇതിൻ്റെ ബയോ. അതിനായിട്ട് നിങ്ങൾ വലുതാലോചിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി. മലയാളത്തിൽ തന്നെ ചോദിച്ചാൽ ഒരു നല്ല ക്യാപ്ഷൻ സെറ്റ് ചെയ്ത് തരും. ഇങ്ങനെ ചോദിച്ചാൽ മതി. ഞാനിത് ഒരു വീഡിയോ ജെമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട്, ഞാൻ ജെമിനിയാണ് ഉപയോഗിക്കൽ. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോക്ക് അനുസരിച്ച് നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ പോലെ സിമ്പിളായൊരു ക്യാപ്ഷൻ ചെയ്ത് തരും. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ കുറച്ച് ഹാഷ്ടാഗൊക്കെ പോലെ തരും. അത് മുഴുവനായിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്തതിന് ശേഷം ടോപ്പിൽ റേറ്റഡായിട്ട് കാണുന്ന പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പോസ്റ്റ് ആവും. ഓക്കെ, ഞാൻ ഇന്ന് ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ഒരു ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നല്ല, ഒരു ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്താ വെച്ചാൽ തീരെ റീച്ച് കിട്ടില്ല ഒരു ദിവസം 2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോക്കുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം, പെർഫോമൻസും കാര്യങ്ങളൊക്കെ. 6 മണിക്കൂറായിട്ടുള്ള ഞാനത് ഇട്ടിട്ട് 31 ഇംപ്രഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ആക്ടിവിറ്റി. ഓക്കെ, കുറച്ച് മണിക്കൂറോളം മുമ്പ് ഇട്ടൊരു വീഡിയോക്ക് ഇത്രയും വ്യൂസ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കും. ഇവിടെ ഇതിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലയൻസിനെ കിട്ടും. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല എഡിറ്റർമാർ ഇതിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ 2-3 വർക്ക് 4-5 വർക്കുകൾ എടുക്കണ എഡിറ്റർമാരൊക്കെ കേട്ടോ. എളുപ്പം ക്ലയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റാക്കി വെക്കുക അക്കൗണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.